അല്ല ഇന്ന പടം അങ്ങനെ ഒരു നിർബന്ധം രാജുവിനില്ല കേട്ടോ. കാരണം രാജുവിന് ഒറ്റ ഇതേ ഉള്ളൂ, വ്യത്യസ്തമായ പടങ്ങൾ ചെയ്യുക. കാരണം ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ ഇതൊരു ഡിഫറെൻറ്റ് മൂവിയാണ്, ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, സാധാരണ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സംഭവങ്ങൾ വരുമ്പോൾ ഒരു താല്പര്യം കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ലാതെ ഞങ്ങളാരും ചോദിക്കാറൊന്നുമില്ല. പക്ഷേ എന്നാലും മോൻ്റെ ഒരു സിനിമകൾ അക്സെപ്റ്റ് ചെയ്ത രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തായാലും കുറച്ചൊരു വ്യത്യസ്തമായ മൂവി. കാരണം ഒന്ന് കഴിഞ്ഞാൽ അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ആയിരിക്കണം അടുത്ത മൂവി. ആ ഒരു സ്റ്റൈലിലാണ് പൃഥ്വി പടങ്ങൾ സെലക്ട് ചെയ്തത്. അടുത്ത് രാജുവിനെ ഡയറക്ട് ചെയ്യാൻ പോകുന്ന സിനിമ എമ്പുരാനാണ്. അമ്മ അതിന്റെ കഥ എന്തെങ്കിലും കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞോ? ഞാൻ ഒരു പടത്തിന്റെ കഥയും ഞാൻ കേൾക്കാൻ പോകത്തില്ല. ചോദിച്ചു നോക്കിയായിട്ട് മക്കളെ കാണുമ്പോൾ രണ്ടുപേരോടും ചോദിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ അറിയുന്നത് പോലും ഇല്ല ഇവരെവിടാ ഷൂട്ടിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടാന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വിളിക്കും, ദൂരെ സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ വിളിക്കും. ഇപ്പോൾ ഇന്ത്യക്കകത്ത് കിടന്ന് അമ്മ ഞാനേ ഇന്നലെ ഹൈദരാബാദിൽ വന്നു, ഇന്നലെ ചെന്നൈക്ക് വന്നു, ഇന്നലെ ബാംഗ്ലൂരിൽ വന്നു എന്ന് പറയുന്നതല്ലാതെ എവിടെയാണ് ഷൂട്ടിംഗ് എന്ന് പോലും ഞാൻ അന്വേഷിക്കാറില്ല. അപ്പോഴായിരിക്കും കഥ നല്ല ഏമമായി. ഇപ്പോൾ നമ്മൾ കഥ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ഇപ്പോഴത്തെ കഥകളൊന്നും നമ്മുടെ തലമുറയുടെ കാലത്തുള്ള ഒരു സ്റ്റൈലല്ല. മറ്റേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നോവലുകളെ ആസ്പദമാക്കിയിട്ടുള്ള കുടുംബകഥകൾക്കായിരുന്നു പ്രാധാന്യം കൂടുതൽ. ഇന്ന് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യസ്തത ഉണ്ടാവും. നമുക്കറിയത്തില്ല എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അതും പ്രത്യേകിച്ച് എമ്പുരാൻ എന്നൊക്കെ പറയുന്നത് ഈ മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു മൊത്തത്തിലൊരു രഹസ്യ സ്വഭാവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാറേ ഇല്ല. എനിക്ക് പടം ഇറങ്ങുമ്പോൾ ഞാൻ ഇതുപോലെ പോയി കണ്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ തുറന്ന ഡിസ്കഷൻ വയ്ക്കാറുണ്ട്. ഗോൾഡിന്റെ സിറ്റി വെച്ച് രാജുവേട്ടനായിട്ടും അല്ലെങ്കിൽ അൽഫോൺസായിട്ടൊക്കെ ഉണ്ടായ ഒരു മറക്കാനാവാത്തൊരു സംഭവം എന്തെങ്കിലും ഓർത്ത് പറയാൻ പറ്റുമോ? പലതുമുണ്ട്. കാരണം ഈ ചെറിയ ചെറിയ തമാശകൾ ഞാൻ സെറ്റിൽ പറയുന്ന പദമാക്കി പറയാം. കാരണം ഞാൻ അവിടെ കാണുന്ന ഒരു കോലയോ വാഴയോ ഏതാണ്ട് വെട്ടാനായിട്ട് ഞാൻ മുറ്റത്തോട്ടിറങ്ങും. അപ്പം ഇദ്ദേഹം വന്നത് വെട്ടി താഴെ ഇടുന്ന കേട്ടോ. അപ്പോൾ അന്ന് ഞാനിങ്ങനെ അവിടെ വെച്ച് പറഞ്ഞു, ഒരു മുരിങ്ങയ്ക്കായി എത്തുന്നിടത്ത് തൂക്കിക്കിടന്നാൽ വന്ന് കുറച്ച് തരാത്ത രണ്ട് മക്കളാണ്. കാരണം അവരെ കൊണ്ടൊക്കെ കൊല വെട്ടിച്ച്. അപ്പോൾ ആ ഒരു തമാശ രൂപേണ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ടെന്നല്ലാതെ ഈ മറക്കാനാവാത്ത നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനൊരു സംഭവമില്ല. എൻ്റെ മക്കൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നല്ല അഭിനയങ്ങളായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഏതായാലും അൽഫോൺസ് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ആ പടത്തിലെ ആ സീനുകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ കൂടെയാണ് അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ വർക്ക് നന്നാക്കിയതും ഇപ്പോൾ ഇത്രയും ഒരു വലിയ ആശംസകൾ വരുന്നതിൻ്റെയും കാരണം ആ സീനുകളും ആ ഒരു ശൈലിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജുവിൻ്റെ അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ അമ്മയായിട്ട് ഇനി അടുത്ത സിനിമ ഏതെങ്കിലും പ്ലാനിങ്ങിലുണ്ടോ? ഇപ്പോൾ ഒന്നും പ്ലാനിങ്ങിലില്ല. അവർ ഇപ്പോൾ വേറെ പടങ്ങളൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ പ്ലാനിങ്ങിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ദ്രൻ്റെയോ ഇന്ദ്രൻ്റെ ഒരു പടം ഇപ്പോൾ ഞാൻ അഭിനയിച്ചു, കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ.